പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സ്നേഹയുടെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ. അഞ്ജലി ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. സ്നേഹയുടെ വിവാഹം കഴിഞ്ഞു ശരണുമായി. ഈ കാര്യം പറയുന്നത് സ്നേഹയുടെ കൂട്ടുകാരി തന്നെയാണ് അഞ്ജലി. കാര്യങ്ങൾ അറിയുന്നതിനായി സ്നേഹയുടെ കൂട്ടുകാരിയെ ചെന്ന് കാണുകയും കൂട്ടുകാരിയോട് സ്നേഹയെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം. നിങ്ങൾ മനഃപൂർവ്വം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എത്ര നാളായി അവൾക്ക് വേണ്ടി മനു കാത്തിരിക്കുന്നത്. അവന്റെ സ്നേഹം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞുകൂടെ? ഒരു മനുഷ്യന് കാത്തിരിക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇനിയെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിൽ നിന്ന് സ്നേഹയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. സ്നേഹ ഇപ്പോൾ പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. മനുവിനോട് ഇനിയും കാത്തിരിക്കേണ്ട എന്നുള്ള കാര്യം പറയുന്നതിനായി നീ തയ്യാറാകണം. ഇതാണ് യാഥാർത്ഥ്യം. അത് മുന്നോട്ട് പോകാൻ ഇനിയെങ്കിലും മനുവിനോട് വ്യക്തമാക്കണമെന്നും പറയുന്ന കൂട്ടുകാരി സ്നേഹ ഇനിയൊരിക്കലും തിരികെ വരികയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഞ്ജലി എന്തിനാണ് അവൾ ഈ ചതി ചെയ്തത്? ഇത്രയും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന മനുവിനെ ചതിക്കാൻ അവൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? എനിക്ക് എല്ലാ സത്യവും അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശരണിന്റെ ഭാര്യയാണ് അന്ന് വിവാഹത്തിന് വേണ്ടി വരുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. മാത്രവുമല്ല, അവളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും രക്ഷപ്പെടുത്തുന്നതിനായി സാധിച്ചില്ല. അങ്ങനെ അവൾ മരണപ്പെടുകയായിരുന്നു. ശരണിന്റെ കുഞ്ഞ് ഒറ്റപ്പെട്ടതിനെ തുടർന്ന് ആ കുഞ്ഞിന് ഒരു അമ്മ ആവശ്യമായി വന്നു. ഇത് മനസ്സിലാക്കി ആ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ ശരണിനെ വിവാഹം കഴിച്ചത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ആ കുഞ്ഞിന് വേണ്ടി ഇനി ജീവിക്കുന്നതിനാണ് സ്നേഹ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന കൂട്ടുകാരി അവൾ ഇനി അവളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ തകർന്നു പോവുകയാണ് അഞ്ജലി. ഈ സത്യങ്ങളെല്ലാം മനു അറിയുകയാണ് എങ്കിൽ മനു തീർച്ചയായും ജീവിതം അവസാനിപ്പിക്കും. കാരണം സ്നേഹം മാത്രമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ സത്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ജീവിച്ചിരിക്കാം എന്നുള്ള ആഗ്രഹം പോലും കൈവിട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും അവനെ അറിയിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഞ്ജലി അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി സ്നേഹയെ കാണാൻ ഇടയാകുന്നത്. ഇതോടെ കാറ് നിർത്തിക്കൊണ്ട് സ്നേഹ എന്ന് വിളിച്ച് സ്നേഹയുടെ മുമ്പിലേക്ക് അഞ്ജലി ചെല്ലുകയാണ്. അഞ്ജലിയെ കാണുന്ന സ്നേഹ ആകെ ഭയന്നു പോവുകയും ഓടിയൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞാൻ തയ്യാറാകാത്ത അഞ്ജലി പിന്തുടർന്നുകൊണ്ട് സ്നേഹയുടെ പിന്നാലെ എത്തുന്നു. ഒടുവിൽ സ്നേഹയെ വഴിയിൽ വെച്ച് തടയുകയാണ് അഞ്ജലി. ഇനിയും ഓടിയൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അഞ്ജലി പറയുകയായി. സ്നേഹ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ന്യായീകരിക്കാൻ ഞാനില്ല. പക്ഷേ സ്നേഹയെ വിശ്വസിച്ച് സ്നേഹ വരും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുവിന് ഇതൊരു ചതി തന്നെയാണ്. അവൻ വിവാഹ ദിവസം തന്നെ എന്നോട് പറഞ്ഞതാണ് നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ. എത്രയധികം സ്നേഹയെ മനു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയ അത്ര പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അവൻ്റെ സ്നേഹം കണ്ട് ഡിവോഴ്സിന് ഞാൻ വരെ തയ്യാറായി. അപ്പോഴാണ് സ്നേഹ ശരണിൻ്റെ കൂടെ വിവാഹം കഴിച്ച് താമസിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഒരിക്കലും അത് ശരിയായില്ല എന്ന് തുറന്നു പറയുന്ന അഞ്ജലി സ്നേഹ ചതിക്കുക തന്നെയാണ് ഒരർത്ഥത്തിൽ ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന സ്നേഹ അഞ്ജലിയോട് ഞാൻ അവനെ നിന്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുകയാണ്. നീ വേണം അവനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. മനുവിനെ എനിക്ക് വ്യക്തമായി അറിയാം. മനു ഒരു പാവമാണ്. പക്ഷേ അവൻ്റെ കൂടെ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരുപാട് കടമ്പകളാണ് എൻ്റെ മുന്നിലുള്ളത്. അതാണ് ഞങ്ങളെ ഇങ്ങനെ അകറ്റുന്നത്. എനിക്ക് അതിൽ യാതൊരു പരിഭവവുമില്ല. വരുന്നതും എല്ലാം നേരിടുക തന്നെ. അതാണ് എൻ്റെ ഇപ്പോൾ മനസ്സിലുള്ളത് എന്നും അഞ്ജലിയെ വിശ്വസിച്ച് ഞാൻ മനുവിനെ ഭദ്രമായി ഏൽപ്പിക്കുകയാണ്. പൊന്നുപോലെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് സ്നേഹ ജോലിക്ക് പോകുന്നു. ഇതോടെ അഞ്ജലി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. ഒരിക്കലും സ്നേഹയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി അഞ്ജലി പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇനി തൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അഞ്ജലി സൂര്യയോട് എത്രയും പെട്ടെന്ന് ഉറച്ച തീരുമാനമെടുത്ത് തൻ്റെ മുന്നിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടാനും തീരുമാനിക്കുന്നു. ഇതേ തുടർന്ന് തിരികെ എത്തുമ്പോഴാണ് മനുവിനെ അഞ്ജലി കാണുന്നത്. പക്ഷേ സ്നേഹയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള സത്യം മുഖത്ത് നോക്കി തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നു പോകുന്ന അഞ്ജലി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.